ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കിച്ചൺ കൗണ്ടർ ടോപ്പ്. മാർബിൾ കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ, ഗ്രാനൈറ്റ് കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ, നാനോ വൈറ്റ് കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ, ഫുൾ ബോഡി വെട്രിഫൈഡ് കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ, ക്വാർട്സ്, കൊറിയൻ ടോപ്പ് എന്ന ഓമനറ്റ് പേരിൽ വിളിക്കുന്ന സോളിഡ് സർഫസ് എന്ന യഥാർത്ഥ പേരായിട്ടുള്ള പ്രോഡക്റ്റ്. നമസ്കാരം. നമ്മൾ ഈ വീടൊരുക്കുന്ന എപ്പിസോഡിലെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയാൻ നമ്മൾ സംസാരിക്കുന്ന സ്പെസിഫിക്കേഷനാണ്. അതിനകത്ത് യുണീക്ക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 1% പോലും ഇല്ല എന്ന് മാത്രമല്ല, സ്പെസിഫിക്കേഷൻ കൃത്യമായിട്ട് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്നുള്ളതാണ് ഈ വീടൊരുക്കുന്ന എപ്പിസോഡിന്റെ വീടൊരുക്കുന്ന സെഗ്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇടമാണ് കിച്ചൺ. ആ കിച്ചണിൽ തന്നെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കൗണ്ടർ ടോപ്പുകൾ, കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ. കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ നമ്മൾ ചെയ്യുന്നത് 6 തരം മെറ്റീരിയലിട്ട് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കിച്ചൺ കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ 6 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കിച്ചൺ കൗണ്ടർ ടോപ്പുകളെ കുറിച്ചിട്ടാണ്, അതിന്റെ ഗുണം ദോഷം, എങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യരുത് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള വിവരണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടന്റ്. വീടൊരുക്കത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതില് നമ്മൾ ഈ 6 എണ്ണത്തിൽ ഒരെണ്ണമാണ് നിങ്ങൾ വീട്ടിലോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദയവായി പൂർണ്ണമായിട്ട് കണ്ടിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഇത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. കാരണം ഇത് പകുതി കൊണ്ട് കണ്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രധാനമായിട്ടും 6 കൗണ്ടർ ടോപ്പുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് ഏതൊക്കെ മെറ്റീരിയലാണ് എന്ന് നമ്മൾക്ക് ആദ്യം തന്നെ പറയാം. ഫസ്റ്റ്, മാർബിൾ കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ. രണ്ടാമത്തത് ഗ്രാനൈറ്റ് കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ. 3 നാനോ വൈറ്റ് കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ. 4 ഫുൾ ബോഡി വെട്രിഫൈഡ് കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ. 5 ക്വാർട്സ്. 6 സോളിഡ് സർഫസ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കൊറിയൻ ടോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. കൊറിയൻ ടോപ്പ് എന്ന ഓമനറ്റ് പേരിൽ വിളിക്കുന്ന സോളിഡ് സർഫസ് എന്ന യഥാർത്ഥ പേരായിട്ടുള്ള പ്രോഡക്റ്റ്. ഇങ്ങനെ 6 പ്രോഡക്റ്റുകളാണ് നമ്മൾ സാധാരണ കിച്ചൺ കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ 6 ഒന്ന് തന്നെയായിരിക്കും നിങ്ങളുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ്. അപ്പൊ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. മാർബിൾ കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ. മാർബിളുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാർബിളുകൾ അതിൽ തന്നെ നമുക്ക് ഇന്ത്യൻ മാർബിൾ ഉണ്ട്, ഇറ്റാലിയൻ മാർബിൾ ഉണ്ട്, സിന്തറ്റിക് മാർബിളും ഉണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ മാർബിളും ഉണ്ട്. ഈ കൗണ്ടർ ടോപ്പിലൊക്കെ ഉപയോഗിക്കുന്നത് നാച്ചുറൽ മാർബിൾ ആണ് കേട്ടോ. മാർബിളിൽ തന്നെ മാർബിളിന്റെ തിക്നെസ് നമുക്ക് നോക്കാം. ഏതാണ്ട് 20 mm തിക്നെസ് വരുന്ന പ്രൊഡക്റ്റ് ആണ് മാർബിൾ. 18ഉം 20ഉം mm തിക്നെസ് ആണ്. ഇത് ഒറിജിനൽ മാർബിൾ പീസുകൾ കട്ട് ചെയ്തുണ്ടാക്കുന്നതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ഷേപ്പ് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഇപ്പോൾ സാധാരണ ഒരു ഗതിയിൽ നമുക്കൊരു പ്രോഡക്റ്റ്, ഇപ്പോൾ ടൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 6x4 8x4 8x2.5 എന്നൊക്കെ നമുക്ക് പറയാം സൈസ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും കട്ട് ചെയ്തെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഏത് സൈസിൽ വേണേൽ അവൈലബിൾ ആണ്. അത് 8x4 സൈസിൽ നമുക്ക് കട്ട് ചെയ്ത് തരും ഡീലേഴ്സ്. അതുപോലെ തന്നെ 4x4 സൈസിൽ കട്ട് ചെയ്ത് തരും. നമുക്കൊരു കിച്ചൺ കൗണ്ടർ ടോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള 8x2 അല്ലെ 8x2.5 സൈസിലും നമുക്ക് മാർബിൾ കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ കട്ട് ചെയ്ത് കിട്ടും. ഇനി ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകത അല്ലെങ്കിൽ ഇതിന്റെ ഒരു സവിശേഷത, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ എസ്തെറ്റിക്സ് തന്നെയാണ്. നാച്ചുറൽ പ്രോഡക്റ്റ് ആണ് മാർബിൾ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തിരുന്നു. പിന്നെ മാർബിൾ ഒരു ആഡംബരത്തിന്റെ അവസാന വാക്കാണ് അല്ലെ. ഒരുവിധപ്പെട്ട നിയോ ക്ലാസിക്കൽ വീടുകളുടെയൊക്കെ നിലം വരെ മാർബിൾ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിന്റെ കണ്ടിന്യൂവേഷൻ എന്നോണം കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ മാർബിൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. മാർബിളിന്റെ തിക്നെസ് 20 ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ തിക്നെസ് കൂട്ടാനായിട്ട് നമ്മുടെ 45 ആംഗിൾ കട്ട് ചെയ്ത് മാർബിൾ അവർ വലിയ തിക്നെസ്സിൽ യൂസ് ചെയ്തിരുന്നു. അതുകൂടാതെ സാൻഡ്വിച്ച് ടൈപ്പിൽ 2 മാർബിൾ ഒരുമിച്ച് വെച്ച് ചെയ്യുന്ന രീതിയിലും ചെയ്തിരുന്നു. പക്ഷേ ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്ന 45 ആംഗിൾ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 45 ആംഗിളിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ ജോയിന്റ് കാണാത്ത രീതിയിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാർബിളിന്റെ ഡിസഡ്വാൻറ്റേജിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതൊരു സോളിഡ് കളറിൽ നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. സോളിഡ് കളേഴ്സ് നിങ്ങൾക്കറിയാം, നമുക്ക് ബ്ലാക്ക്, വൈറ്റ് അങ്ങനെയുള്ള സോളിഡ് കളേഴ്സിലൊന്നും ലഭിക്കത്തില്ല. മാർബിളിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ട്, അത് മാത്രമേ നമുക്ക് മാർബിളിൽ ലഭിക്കത്തുള്ളൂ. വൈറ്റ് കളർ കൗണ്ടർ ടോപ്പ് ഒക്കെ ചെയ്യാനായിട്ട് ഒരിക്കലും നമുക്ക് മാർബിൾ അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും അല്ല. ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിന് പിൻ ഹോൾസുകൾ രൂപപ്പെടും. ഈ പിൻ ഹോൾസിനിടയിലോട്ട് സ്റ്റെയിൻ ഇറങ്ങാനായിട്ടുള്ള സാധ്യത ഏറെയാണ് മാർബിൾ കൗണ്ടർ ടോപ്പുകളിൽ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളിടത്ത് നമ്മളൊരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇത് പോളിഷ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മളത് മറന്നുപോയോ വിട്ടുപോയോ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് സ്റ്റെയിൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഇത് കറവലിക്കും, പെട്ടെന്ന് കറപിടിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് മാർബിൾ കൗണ്ടർ ടോപ്പുകൾ. അതുകൊണ്ട് നമ്മളത് അധികം അഡ്വൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ആലോചിക്കുക. സ്ക്രാച്ച് രൂപപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. സ്ക്രാച്ച് ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് അതിൻ്റെ മുകളിലിട്ട് ഒന്ന് വലിക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ സ്ക്രാച്ച് ധാരാളമായിട്ട് നമ്മുടെ വീടുകളിൽ വന്നിരുന്നു.
അതുകൊണ്ട് തന്നെയാണ് മാർബിൾ കൗണ്ടർ ടോപ്പുകൾ അധിക കാലം നമുക്കിവിടെ ചെയ്യാൻ പറ്റാതെ പോയതിൻ്റെ ഒരു റീസൺ. ഇതിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചൂട് എന്ന് പറയുന്നത് ഇത് കിച്ചണാണ്, കിച്ചൺ കൗണ്ടർ ടോപ്പാണ്. കിച്ചൺ കൗണ്ടർ ടോപ്പിന്റെ മുകളിൽ നമുക്ക് ചൂടുള്ള പ്രൊഡക്റ്റുകളൊക്കെ വെക്കും. അങ്ങനെയുള്ളപ്പോഴത്തേക്കും ഇപ്പോൾ ഒരു ചായ തിളപ്പിച്ച് വെക്കുക, അതുപോലെയുള്ള ഒരുപാട് സംഗതികളുണ്ടല്ലോ, അതൊക്കെ വെക്കുമ്പോഴത്തേക്കും പലപ്പോഴും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒന്നായിട്ട് തോന്നിയിട്ടുണ്ട് മാർബിളുകൾ. അതുകൊണ്ടാണ് അധികം വീടുകളിലും, ഞാനിതിന് തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റ് തന്നെ എടുത്തു പറയുന്നത്, അധികം വീടുകളിൽ നിന്ന് ഇപ്പോൾ നമ്മൾ മാർബിൾ കൗണ്ടർ ടോപ്പുകൾ റീസെന്റ് കാണാത്തതിന്റെ ഒരു വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബഡ്ജറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർബിള് ഒരു 250-300 രൂപയൊക്കെയാണ് മാർബിളിനാവുക. ഇറ്റാലിയൻ മാർബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ പോകും. ഇന്ത്യൻ മാർബിളിന്റെ റേറ്റാണ് പറഞ്ഞത്. അപ്പൊ ചോദിക്കാം, താൻ എന്തോടെ പറയുന്നത്? 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് മാർബിൾ കിട്ടാണ്ട് ശരിയാണ്. പക്ഷെ 50 രൂപയ്ക്ക് 60 രൂപയ്ക്കും കിട്ടുന്ന മാർബിളിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ പറഞ്ഞ ക്വാളിറ്റി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രൈസിൽ റിലേറ്റ് ചെയ്തിട്ട് ബെസ്റ്റ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ഒരാളെ കണ്ടെത്തി വേണം നിങ്ങൾ മാർബിൾ എടുക്കാൻ എന്നാണ് എൻ്റെ ഒരു പ്രൊഫഷണൽ അഭിപ്രായം. ബ്രേക്കേജ് ഇത് പറഞ്ഞു, ഒരു 20 mm തിക്നെസ് ഉള്ള പ്രൊഡക്റ്റാണ്. ബ്രേക്കേജ് എങ്ങനെ ഇരിക്കുന്നു ചോദിച്ചാൽ പലരും പറയാറുണ്ട് ഇതങ്ങനെ പൊട്ടത്തൊന്നുമില്ല എന്ന്. ടെൻസൈൽ സ്ട്രെങ്ത് കുറവുള്ള ഒരു മെറ്റീരിയലാണ് മാർബിൾ. അതായത് സാധാരണ നമുക്ക് ടൈലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, 9 mm ടൈലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്, വളയും. അത് ഒടിയാനായിട്ടുള്ള കുറച്ചുകൂടെ ബെൻഡ് ചെയ്താൽ മാത്രമേ ഒടിയത്തുള്ളൂ. എന്ന് വെച്ചാൽ ബെൻഡ് ചെയ്ത് ഒട്ടിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല കേട്ടോ. പക്ഷേ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ട്, വളയാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റാണ് മാർബിൾ. അതുകൊണ്ട് തന്നെ ഇത് പൊട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഇനി ജോയിന്റ് ഫ്രീ ആയിട്ട് വിരിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ബെൻഡ് കുറവുള്ള ഒരു പ്രൊഡക്റ്റാണ്. പോസിറ്റീവിനേക്കാൾ ഏറെ നെഗറ്റീവ് ഉള്ളൊരു പ്രൊഡക്റ്റ് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നമ്മുടെ കിച്ചണുകളിൽ നിന്ന് മാർബിൾ കൗണ്ടർ ടോപ്പുകൾ അപ്രത്യക്ഷമായി തുടങ്ങിയത് എന്നാണ് പൊതുവെയുള്ള നിഗമനം. അടുത്ത പ്രോഡക്റ്റിലേക്ക് വരാം. രണ്ടാമത്തെ പ്രോഡക്റ്റ്, മോസ്റ്റ് പോപ്പുലർ പ്രോഡക്റ്റ് കിച്ചൺ കൗണ്ടർ ടോപ്പുകളിൽ ഇവൻ രാജാവാണ്. വേറെ ഒന്നുമല്ല, ഗ്രാനൈറ്റ് കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ. ഗ്രാനൈറ്റുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ മാർബിൾ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഗ്രാനൈറ്റ് ഉണ്ട്, ഇറ്റാലിയൻ ഗ്രാനൈറ്റ് ഉണ്ട്. ഇന്ത്യൻ ഗ്രാനൈറ്റിന്റെ റേറ്റ്, നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്രാനൈറ്റിന്റെ റേറ്റ്, പ്രൈസ് തന്നെ പറഞ്ഞു തുടങ്ങാം, ഏതാണ്ട് 170 തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ ഏകദേശ പ്രൈസാണ്, എക്സാക്ട് പ്രൈസ് ആണെന്ന് വിചാരിക്കും. ഞാൻ നിങ്ങളുടെ ഒരു ഐഡിയക്ക് മാത്രമായിട്ട് പറയുന്നതാണ് ഈ പറഞ്ഞ പ്രൈസുകൾ. ഇതിൽ നമ്മൾ സർവ്വസാധാരണമായി ഉപയോഗിക്കാറുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ബ്ലാക്ക് കളറിൽ വരുന്ന നമ്മുടെ ഗാലക്സി ബ്ലാക്ക് എന്ന് പറയുന്ന പ്രോഡക്റ്റും അതുപോലെ ജെറ്റ് ബ്ലാക്ക്, ഇങ്ങനെ 2 പ്രോഡക്റ്റാണ് സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ കിച്ചണുകളിൽ ഉപയോഗിക്കാറുള്ളത്. ഇതിന് സോളിഡ് കളേഴ്സ്, നമ്മുടെ മാർബിളിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സോളിഡ് കളേഴ്സ് ഇല്ല എന്നൊരു വലിയ ഡ്രോബാക്ക് ഉണ്ട്. ഗ്രാനൈറ്റിന്റെ സൈസ് ആൻഡ് തിക്നെസ് നോക്കാം. നമുക്ക് 18 mm അതുപോലെ 20 mm നമുക്ക് ഗ്രാനൈറ്റ് അവൈലബിൾ ആണ്. സൈസ് നോക്കിയാൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കട്ട് ചെയ്തെടുക്കാം. കാര്യം ഇതൊരു നാച്ചുറൽ മെറ്റീരിയലാണ്. ഇത് ഖനനം ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് വലിയ സ്ലാബുകളായിട്ടാണെങ്കിൽ പോലും നമ്മുടെ കിച്ചണിലേക്ക് വേസ്റ്റേജ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഏത്, നമ്മുടെ ഗ്രാനൈറ്റുകൾ. ഇനി ഇതിന്റെ അഡ്വാൻറ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർബിളിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ബെൻഡ് ഇല്ലാത്ത ഒരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് നിലത്ത് എപ്പോക്സി ഇല്ലാതെ വിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് 100% സജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് 100% ഗ്രാനൈറ്റ് തന്നെയാണ്. എസ്തെറ്റിക് വൈസിലും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രോഡക്റ്റാണ് ഏത്, നമ്മുടെ ഗ്രാനൈറ്റുകൾ. ഇനി ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ എപ്പോഴും കിച്ചണിൽ ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പറയും, നിങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം കിച്ചണിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഗുഡ് ഹാൻഡിലിംഗ് പ്രാക്ടീസ് നമ്മൾ എപ്പോഴും പ്രാവർത്തികമാക്കേണ്ട സ്ഥലമാണ് കിച്ചൺ എന്ന് പറഞ്ഞാൽ. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്, ഗുഡ് ഹാൻഡിലിംഗ് പ്രാക്ടീസ്. ഞാൻ ഇത്ര പൈസ കൊടുക്കുന്നത് അതുകൊണ്ട് ഞാൻ റഫായിട്ട് യൂസ് ചെയ്യും എന്ന് പറയാനൊന്നും പറ്റില്ല. കാര്യം ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് ബുദ്ധിയുള്ളവരാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് വേണം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ, അവിടെയുള്ള പണികളൊക്കെ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. അങ്ങനെ വരുമ്പോൾ ഇതൊരു സ്റ്റെയിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഒരു പരിധി വരെ. പക്ഷേ മാർബിളിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പോകെ കാലം കഴിയും തോറും ഇതിന് പിൻഹോൾസ് രൂപപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും പോറസ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ സ്റ്റെയിൻ ഇത് ഉള്ളിലോട്ട് വലിക്കും. അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിൽ സ്റ്റെയിൻ വരാനായിട്ടുള്ള സാധ്യത ഒരു പരിധിവരെ കൂടുതലാണ് ഏതിന്, ഗ്രാനൈറ്റുകളിൽ. രണ്ടാമത്തത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രാച്ചാണ്. ഒരു പരിധിവരെ സ്ക്രാച്ച് വരാത്തൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഒരു പാത്രം വെച്ചോ, ആ പാത്രം നിരക്കുക വല്ലതും ചെയ്താൽ ഇതിന് സ്ക്രാച്ച് വരില്ല. അതേസമയം വലിയ എന്തായാലും ഇപ്പം നമ്മൾ സാധാരണ ഈ ഗ്രാനൈറ്റ് സ്ലാബുകൾ കൊണ്ടുവച്ചിട്ട് നമ്മൾ ചോപ്പ് ചെയ്യും അല്ലെ, കട്ട് ചെയ്യും. അതുപോലെ എന്താ പറയുക, മുളക്, ബീൻസ് ഒക്കെ നമ്മൾ അരിയും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. അതൊന്നും ചെയ്യാനുള്ള സ്ഥലമല്ല നമ്മുടെ കിച്ചൺ സ്ലാബുകൾ. നമ്മുടെ കിച്ചൺ സ്ലാബുകൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ ചെയ്യാനായിട്ട്, നമുക്ക് ആഹാരം പാകം ചെയ്യാനായിട്ടുള്ള ഒരു സംഗതിയാണ് കിച്ചൺ സ്ലാബുകൾ. അതുകൊണ്ട് തന്നെ
അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഈ പറഞ്ഞ ഗ്രാനൈറ്റ് സ്ലാബുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും. മറ്റൊന്ന് തെർമൽ റെസിസ്റ്റിവിറ്റി, അതായത് ഹീറ്റും നമ്മുടെ മാർബിൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഏതാണ്ട് 130-140 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ വിസ്റ്റാൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് ഗ്രാനൈറ്റുകൾ. ഇതും ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ സാധാരണ നമ്മൾ പാല് തിളപ്പിച്ചു, വെള്ളം തിളപ്പിച്ചു, ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെക്കാം. ഒരു എണ്ണ നമ്മൾ പപ്പടം കാച്ചിട്ട് ആ ചീനച്ചട്ടി ഇതിൻ്റെ മുകളിൽ വെക്കാൻ പാടില്ല. കാര്യം അതിനൊക്കെ നമ്മളൊരു പാടി യൂസ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഇത് പ്രൊട്ടക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം യൂസ് ചെയ്യേണ്ടതാണ്. ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കാലാകാലമായിട്ട് പേടുണ്ടാവും. അത് ഇത് മാത്രമല്ല, ഏത് പ്രൊഡക്റ്റും അങ്ങനെ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഹാൻഡ്ലിംഗ് പ്രാക്ടീസ് എപ്പോഴും നമ്മൾ ഇതിനു വേണ്ടി പ്രിക്കോഷൻ എടുക്കണം എന്ന് പറയാനായിട്ടുള്ള റീസൺ. ദോശക്കല്ല് അത് അതിൻ്റെ മുകളിൽ വെക്കുമ്പോഴത്തേക്കും പ്രശ്നം വരാം, ചീനച്ചട്ടി വെക്കുമ്പോഴത്തേക്കും പ്രശ്നം വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഗ്രാനൈറ്റിൽ. ഇനി നമ്മൾ ഈ സ്ലാബ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട്. പലരും പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ നോർമലി പഴയ കിച്ചൺ സ്ലാബുകൾ നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള സ്ലാബുകൾ, അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തന്നെ സിമെൻറ്റും മണലും വെച്ച് അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ ഗ്രാനൈറ്റിലെ മാർബിൾ നമ്മൾ പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നങ്ങനെയാണോ? ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മുടെ ന്യൂ ജനറേഷൻ മോഡുലാർ കിച്ചണുകളാണ് വരുന്നത്. ഒന്നുകിൽ നമ്മൾ പ്ലൈവുഡ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ WPC യൂസ് ചെയ്യും, PVC യൂസ് ചെയ്യും, അങ്ങനെയുള്ള, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അലൂമിനിയത്തിൻ്റെ സ്ട്രക്ചർ അടിച്ചിട്ട് ചെയ്യും. ഇതിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് സ്ലാബുകൾ ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗമ്മാണ്. അഡ്ഹസീവ് പോലും അല്ല, ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അറാൾഡേറ്റ് പോലുള്ള ഗമ്മുകൾ ഇതിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അറാൾഡേറ്റ് ഗമ്മിൽ തൊട്ടിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിൽ നിൽക്കും. ഇപ്പോൾ WPC യൂസ് ചെയ്യുന്ന സമയത്ത് പലരും പറയും ഞങ്ങളിത് ഒരുപാട് കാലമായിട്ട് ചെയ്യുന്ന അഡ്ഹസീവ് ചെയ്യാൻ നിൽക്കുമെന്ന് പറയും. ഒരിക്കലും ഉണ്ടാവില്ല. അത് പിറ്റേ ദിവസം ഇളകിപ്പോരും. അത് വീണ്ടും മാറ്റിയതിന് ശേഷം നമ്മൾ അറാൾഡേറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഗം ഉപയോഗിച്ച് വേണം ഇതെപ്പോഴും വിരിക്കാനായിട്ട്. ഇത് വിരിക്കുന്ന ആൾക്കാരുടെ കഴിവാണ്, അവരത് ഭംഗിയായിട്ട് ചെയ്യും എന്നുള്ളതാണ് പ്രത്യേകത. ഇനി എഡ്ജസ്, പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എഡ്ജസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിൽ സ്ക്വയറായിട്ട് മതിയോ, ഇനി അതല്ല 45 ഡിഗ്രി ചെയ്യണോ, ഇനി അതല്ല ഉരുട്ടണോ? മാർബിളിലും ഗ്രാനൈറ്റിലും ഇതെല്ലാം സാധിക്കും കേട്ടോ. നമ്മൾ 45ൻ്റെ മാർബിളിൽ പറഞ്ഞിരുന്നു, ഇവിടെ നമുക്ക് 45 ചെയ്യാം. സാൻഡ്വിച്ച്, അതായത് 2 എണ്ണം ഒരുമിച്ച് പ്രസ് ചെയ്ത് ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഈ സാൻഡ്വിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ നടുക്ക് കൂടെ ആ ഒരു സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് വേറെ എസ്തെറ്റിക്കലി കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഏറ്റവും നല്ലത് 45 ഡിഗ്രിയിൽ ചെയ്യുന്നത് തന്നെയാണ്. ഇനി അതല്ല, നമുക്ക് സിംഗിളായിട്ടും ചെയ്യാൻ സാധിക്കും ഈ പറഞ്ഞ പ്രോഡക്റ്റ്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഉരുട്ടി ചെയ്യാവോ നിൽക്കും. ഉരുട്ടി ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഉരുട്ടി ചെയ്താൽ അവിടെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ടിരിക്കും അതിൻ്റെ എഡ്ജസ് എല്ലാം തന്നെ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഗ്രാനൈറ്റ് കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ. മൂന്നാമത്തെ പ്രോഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ പോപ്പുലർ ആയിട്ടുള്ള ഗ്രാനൈറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ പോപ്പുലാരിറ്റി എന്നതിലുപരി ട്രെൻഡായി പോയൊരു പ്രൊഡക്റ്റാണ് ഇനി പറയാൻ പോകുന്നത്. അത് നാനോ വൈറ്റ് കിച്ചൺ കൗണ്ടർ ടോപ്പുകളാണ്. നാനോ വൈറ്റ് കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ ഇതൊരു ചൈന മെയ്ഡ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതൊരു ചൈനീസ് പ്രോഡക്റ്റ് ആണ്. മറ്റു രണ്ടും നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിൽ നിന്നൊക്കെ വന്നിരുന്ന പ്രോഡക്റ്റ് ആണ്. ഇതൊരു ചൈനീസ് പ്രോഡക്റ്റ് ആണ്. അത് രണ്ടും പറഞ്ഞത് നാച്ചുറൽ പ്രോഡക്റ്റ് ആയിരുന്നു, ആർട്ടിഫിഷ്യൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അതേസമയം ഇതൊരു 100% ആർട്ടിഫിഷ്യൽ പ്രോഡക്റ്റ് ആണ്. നാനോ വൈറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. നാനോ വൈറ്റ് ടൈൽ എന്ന് പറയാം, ഗ്രാനൈറ്റ് എന്ന് പറയാം, നാനോ വൈറ്റ് മാർബിൾ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഏത് വേണേൽ പറയാം, ഇവനെ നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്, ഉരുവാക്കിയെടുത്ത ഒന്നും വേണം പറയാനായിട്ട്. നാനോ വൈറ്റിൻ്റെ പ്രത്യേകത, നാനോ വൈറ്റ് ഇറങ്ങിയിരിക്കുന്നത് അത് G7 സീരീസ് എന്ന് പറഞ്ഞ് ഇപ്പോൾ പോപ്പുലർ ആയിട്ട് വന്നത്. പക്ഷേ G7 സീരീസ് തൊട്ടല്ല, നാനോ വൈറ്റ് G3, അതായത് 3rd ജനറേഷൻ, അതിനുശേഷം G5, 5th ജനറേഷൻ, ദെൻ G7, 7th ജനറേഷൻ, ഇപ്പോൾ 9th ജനറേഷൻ G9 എന്ന പേരിലും അവൈലബിൾ ആണ്. പണ്ട് വന്നിരുന്ന പ്രോഡക്റ്റുകളിലൊക്കെ ഇത് ഏതാണ് വരുന്നത്? ഈ വരുന്നത് G5 ആണോ, G6 ആണോ, G7 ആണോ എന്ന് ആൾക്കാർക്ക് സംശയം. ഇന്ന് ഒന്നും കവലയിൽപ്പെട വേണ്ട, സൈഡിൽ G7 എന്നും G9 എന്നും കൃത്യമായിട്ട് സീല് പതിപ്പിച്ചാണ് ചൈനക്കാർ അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, വൈറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റുകളിൽ അൺബീറ്റബിൾ എന്ന് വേണം പറയാനായിട്ട്. അത് അങ്ങനെ തന്നെ പറയണം. അൺബീറ്റബിൾ വൈറ്റ് കളർ പ്രദാനം ചെയ്യുന്ന ഒരേ ഒരു പ്രോഡക്റ്റ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അത് നാനോ വൈറ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് തന്നെയാണ്. എങ്ങനെയൊക്കെ ഉരുട്ടിയെടുത്തെന്ന് പറഞ്ഞാലും, അതായത് ഇത് നമുക്ക് കട്ട് ചെയ്ത് ഇതിനെ എല്ലാ സൈഡും ഉരുട്ടുമ്പോഴത്തേക്കും മുകളിലുള്ള ആ വൈറ്റ് കളർ അതുപോലെ താഴേക്ക് കിട്ടുന്ന ഒരേ ഒരു പ്രോഡക്റ്റേ ഉള്ളൂ. അത് നാനോ വൈറ്റ് ആണ്. ഇനി ഇതിന് നമുക്ക് ഉപയോഗിക്കുന്ന ബ്ലേഡുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിൽ യൂസ് ചെയ്യുന്ന ബ്ലേഡ് തന്നെ വ്യത്യാസമാണ്. എപ്പോഴും കൗണ്ടർ ടോപ്പുകളിൽ നമ്മൾ മാർബിൾ ആയാലും ഗ്രാനൈറ്റ് ആയാലും കട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ബ്ലേഡുകൾ പോലെ G7 കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡിനും വ്യത്യാസമുണ്ട്. ആ ബ്ലേഡ് ഉപയോഗിച്ച് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അടുത്ത ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റും. കോർണേഴ്സ് ഉരുട്ടിയെടുക്കാൻ പറ്റും. കോർണേഴ്സ് നമുക്ക് ഹെക്സഗണലാക്കി ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് 45 ആംഗിൾ ചെയ്യാൻ പറ്റും, സാൻഡ്വിച്ച് ചെയ്യാൻ പറ്റും, എങ്ങനെ വേണേൽ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് G7. G7 വരുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ്, ഒരു പരിധി വരെ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്.
ഗ്ലാസ് കണ്ടന്റ് കൂടുതലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതായത് സിലിക്ക പോർസലിൻ ഗ്ലാസ് മിക്സ് ആണ് കേട്ടോ ഈ പറയുന്ന സാധനം. ഒരു സിന്തറ്റിക് ബോർഡാണ് അല്ലെ സിന്തറ്റിക് സ്റ്റോൺ ആണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്താ പറയുക, ഗ്ലാസ് കണ്ടന്റ് കൂടുമ്പോഴത്തേക്കാണ് എപ്പോഴും സ്റ്റെയിൻ വലിക്കാനായിട്ടുള്ള സാധ്യത കൂടുതൽ. അങ്ങനെ ഗ്ലാസ് കണ്ടന്റ് കുറച്ച് ചെയ്യുന്നതുകൊണ്ട് സ്റ്റെയിൻ അബ്സോർബൻസ് ഇപ്പോൾ വരുന്ന പ്രോഡക്റ്റുകൾ G7 G9 ഒക്കെ സ്റ്റെയിൻ അബ്സോർബ് ചെയ്യുന്നത് കുറവാണ്. ഇനി സ്റ്റെയിൻ അബ്സോർബ് ചെയ്യുന്നതിന്റെ റീസൺ ഞാൻ പറയാം, അത് ഞാൻ ഹാൻഡ്ലിംഗ് പ്രാക്ടീസിൽ പറയാനായിട്ടിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് നമുക്ക് തെർമൽ റെസിസ്റ്റിവിറ്റി നോക്കാം. ഏതാണ്ട് 100 to 130 വരെയൊക്കെ 130 ഡിഗ്രി സെന്റിഗ്രേഡും ഒക്കെ ഈസി ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. പിന്നെ നമ്മളിപ്പോൾ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ ചീനിച്ചട്ടി പോലുള്ള ദോശക്കല്ല് പോലുള്ള സാധനങ്ങൾ ഇതിനകത്ത് വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിക്കുക. ഇത് നമ്മൾ എത്ര കാശ് കൊടുത്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണേ, അത് നമ്മൾ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് പോകേണ്ടതാണ്. പിന്നെ G7 തിക്നെസ് വന്നു കഴിഞ്ഞാൽ നോർമലി നമ്മൾ പറഞ്ഞിട്ടുണ്ട് 15 mm തിക്നെസ് ആണ് വരുന്നത്. സൈസ് വരുന്നത് 8x4 സൈസിൽ വരാറുണ്ട്. 8/2.5 എന്നുള്ള സൈസിലോട്ടൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലാതെ ഇത് ക്രോസ് കട്ട് ചെയ്തൊന്നും കൊടുക്കാറില്ല, നോർമലി ഉള്ള കട്ടിങ് പീസുകളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസാണ്. 390 രൂപ തൊട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു വളരെ കാലം മുന്നേ. അതിൽ G7 സീരീസ് 400 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ G7 സീരീസ് വരുന്നത് 510 തൊട്ട് 560 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമുക്ക് ഇതിൻ്റെ ഈ പ്രോഡക്റ്റിനും സ്റ്റെയിൻ അബ്സോർബൻസ് പറയുമ്പോൾ എടുത്തു പറയേണ്ട കാര്യം, പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട് സൈഡിൽ കൂടെയൊക്കെ ചെറിയ രീതിയിൽ കറപിടിച്ച് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാ പ്രോഡക്റ്റ് ആണെങ്കിലും നമുക്കൊരു 6 മണിക്കൂർ മുൻപേ എങ്കിലും അത് വൈപ്പ് ചെയ്യാൻ പറ്റണം. ഏത് കറ വീണാലും, മഞ്ഞളുടെ കള വീണാലും പ്രശ്നം വരത്തില്ല, കർപ്പൂരത്തിന്റെ കറയിന് പ്രശ്നം വരത്തില്ല. പക്ഷേ പെട്ടെന്ന് ഇത് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ പ്രശ്നം വരാതിരിക്കത്തുള്ളൂ. അത് അബ്സോർബ് ചെയ്യാനായിട്ടുള്ളൊരു സമയം അല്ലെ അതിനുള്ള കാലം നമ്മൾ കൊടുക്കരുത് എന്നുള്ളതാണ്. സൈഡ് എഡ്ജുകൾ പോലും വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ സൈഡ് എഡ്ജുകളിൽ ഗമ്മുകൾ യൂസ് ചെയ്യുന്നത് വൃത്തിയായിട്ടല്ലെങ്കിൽ പോലും എന്ത് സംഭവിക്കാം, അവിടെ നമുക്ക് കളർ ചേഞ്ചസ് വരാം. ഇതും ഉപയോഗിക്കുന്നത്, ഇതും ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഗമ്മിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നാണ് കമ്പനി പറയുന്നത്. ഇതാണ് നാനോ വൈറ്റ് G7 സീരീസ്. ഇന്ന് നമ്മളൊരു വൈറ്റ് പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ പലരും വൈറ്റ് ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലിലോട്ടൊക്കെ പോകാറുണ്ട്. അത് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ അബദ്ധം മനസ്സിലാവും. കാരണം അതിൻ്റെ മുകളിലുള്ള ആ വൈറ്റ് പ്രിന്റ് കളർ ബോഡിയിൽ ഒന്നും തന്നെ നമുക്ക് കിട്ടത്തില്ല, ഒരു ഓഫ് വൈറ്റ് ആയിരിക്കും. അത് കൃത്യമായിട്ട് എടുത്തറിയുകയും ചെയ്യാം. വൈറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നിലോട്ടും പോകരുത്. ഒരേ ഒരു പ്രോഡക്റ്റ്, ഇനി പറഞ്ഞതും പറയാൻ പോകുന്നതിലും വെച്ച് ഒരൊറ്റ പ്രോഡക്റ്റേ നിങ്ങൾക്ക് വൈറ്റ് കളർ തരത്തുള്ളൂ, അല്ലെങ്കിൽ വൈറ്റിന്റെ ആ ഒരു എസ്തറ്റിക്സ് തരത്തുള്ളൂ. അത് വൺ ആൻഡ് ഓൺലി നാനോ വൈറ്റ്. അടുത്ത പ്രോഡക്റ്റ്, 4ാമത്തെ പ്രോഡക്റ്റ്, ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലുകൾ. യഥാർത്ഥത്തിൽ ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലുകൾ നിങ്ങൾക്കറിയാം ഒരു 3-4 വർഷമായിട്ട് മാത്രമേ നമ്മുടെ നാട്ടിലോട്ട് എത്തിയിട്ടുള്ളൂ. ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലുകളിൽ അതിന്റെ ബോഡി ഫുള്ളായിട്ട് എന്താണോ അതിന്റെ മുകളിലുള്ള പ്രിന്റ് അതുപോലെ ബോഡി ഫുള്ളായിട്ടുണ്ടാവും. അത് മാത്രമാണ് ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലുകൾ. ഇന്ന് തൊട്ട് മുന്നേ പറഞ്ഞ വെച്ചാൽ കളർ ബോഡി അല്ല ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലുകൾ. എൻ്റെ വീട്ടിലിട്ടിരിക്കുന്ന ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലുകളാണ്. അതിൽ ഗ്ലോസി മാറ്റും നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഇതിലേത് വേണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. പ്രത്യേകതകൾ, ഇതൊരു തിക്നെസ് വരുന്നത് നോർമലി വരുന്ന തിക്നെസ് 15 mm തിക്നെസ് ആണ്. 8 അടി നീളത്തിൽ വരുന്നു. അതുപോലെ തന്നെ ഏതാണ്ട് 2.5 ആണ് എന്ത് വരുന്നത്, വീതി വരുന്നത്. ഗുണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒന്ന് എസ്തെറ്റിക് വൈസിൽ, കളർ വൈസിൽ ചിലപ്പോൾ ബാക്കിയുള്ള പ്രൊഡക്റ്റുകൾക്ക് തരാൻ പറ്റാത്ത കളർ വേരിയേഷൻ തരുന്ന പ്രൊഡക്റ്റാണ് ഇത് ടൈലുകൾ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇതിന്റെ പ്രൈസാണ്. നോർമലി നമ്മൾ ഗ്രാനൈറ്റിന്റെ വില പറഞ്ഞു, മാർബിളിന്റെ വില പറഞ്ഞു, അതുപോലെ നമ്മുടെ നാനോ വൈറ്റിന്റെ വില പറഞ്ഞു. അതിൽ നിന്നൊക്കെ വില കുറഞ്ഞ പ്രൊഡക്റ്റാണ്. ഏതാണ്ട് 150 രൂപ തൊട്ട് സ്ക്വയർ ഫീറ്റിന് അവൈലബിൾ ഉള്ള പ്രൊഡക്റ്റാണ് ഏത്, ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലുകൾ. ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലുകളിൽ സ്റ്റെയിന് അതുപോലെ സ്ക്രാച്ച് കാര്യങ്ങളോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരു നമ്മുടെ ടൈലുകൾ ഒന്നും തന്നെ സ്റ്റെയിൻ പ്രൂഫ് എന്നോ സ്ക്രാച്ച് പ്രൂഫ് എന്നോ പറയാൻ പറ്റില്ല. സ്റ്റെയിൻ വലിക്കും, പക്ഷേ കൃത്യമായിട്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ സ്റ്റെയിൻ അബ്സോർബൻസ് പവർ അല്ലെങ്കിൽ ആ സമയം, അതിന് മുൻപ് നമുക്കിത് ക്ലീൻ ആക്കി കഴിഞ്ഞാൽ സ്റ്റെയിൻ പിടിക്കത്തില്ല. ഇത് സ്റ്റെയിൻ വലിക്കാനുള്ള സമയം നമ്മൾ കൊടുക്കരുത്, അത്രമാത്രം ആലോചിച്ചാൽ മതി. ഇനി സ്ക്രാച്ച്, നോർമലി നമ്മൾ വരുന്ന സ്ക്രാച്ചുകളൊന്നും തന്നെ, ഒരു പാത്രം എടുത്ത് നിരക്കുമ്പോഴുള്ള സ്ക്രാച്ചുകളൊന്നും തന്നെ എന്തിൽ വരില്ല, ഈ പറഞ്ഞ ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലിലോട്ട് വരില്ല. ഡിസ്അഡ്വാൻറ്റേജിലോട്ട് വന്നു കഴിഞ്ഞാൽ, ഇതിൽ ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലുകളുടെ ഒരു പ്രധാന സംഗതി ഞാൻ പറഞ്ഞു, കറ സ്റ്റെയിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം, അധികം നേരം ഒരു എന്താ പറയുന്നത് മഞ്ഞളോ അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ബാക്കിയുള്ള പ്രൊഡക്റ്റിനേക്കാൾ ഈസി ആയിട്ട് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒന്നാണ് നമ്മുടെ ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലുകൾ. പിന്നെ ഒന്ന് ബ്രേക്കേജ് ആണ്. ഫുൾ ബോഡി വെട്രിഫൈഡ് ടൈലുകളിൽ ഏറ്റവും കൂടുതൽ ടെൻസൈൽ സ്ട്രെങ്ത് ഉള്ള പ്രൊഡക്റ്റാണ് ടൈലുകൾ. എങ്കിൽ പോലും ആ തിക്നെസ് കൂടുമ്പോഴത്തേക്ക് ആ ടെൻസൈൽ സ്ട്രെങ്തിന് കുറവ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധയോടുകൂടി ഇത് ഇൻസ്റ്റാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാഷ് ബേസിൻ്റെ ഏരിയയിൽ കോർണേഴ്സ് എന്ത് സംഭവിക്കാം, പൊട്ടൽ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രോഡക്റ്റാണ് ഏത്,
ഫുൾ ബോഡി പെട്രിഫൈഡ് ടൈലുകൾ. ഇതും എങ്ങനെ വിരിക്കണം എന്ന് ചോദിച്ചാൽ ആദ്യം പറഞ്ഞ പ്രോഡക്റ്റുകൾ പോലെ തന്നെയാണ് ഗമ്മിൽ മാത്രമാണ് വിരിക്കേണ്ടത്. പലപ്പോഴും അറാൾഡേറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി എഡ്ജസ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും 45 ആംഗിൾ പലപ്പോഴും എല്ലായിടത്തും സജസ്റ്റ് ചെയ്യുന്ന 45 ആംഗിളാണ്. നിങ്ങൾക്ക് തിക്നെസ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ 45 ആംഗിൾ തന്നെ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് ഇത്. സാൻഡ്വിച്ച് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല സിംഗിൾ തിക്നെസ് മതി, നിങ്ങൾക്ക് 15 തിക്നെസ് മതി എന്നുണ്ടെങ്കിൽ 15 തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാവുന്നതാണ്. റെവല്യൂഷൻ സൃഷ്ടിച്ച 2 പ്രൊഡക്റ്റുകളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. റെവല്യൂഷൻ സൃഷ്ടിച്ച പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പലപ്പോഴും പലരും പറഞ്ഞു വെക്കുന്ന ഒന്നാണ് ക്വാർട്സ്, അല്ലേ? എന്താണ് ക്വാർട്സ്? മെറ്റീരിയൽ, മിനറൽസ് ആണ് ആക്ച്വലി ക്വാർട്സ് എന്ന് പറയുന്നത്. MOH സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്യൂരിറ്റി ഉള്ള പ്രൊഡക്റ്റ് മിനറൽസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ക്വാർട്സ് ആണ്. എനിക്ക് തോന്നുന്നു 7th അല്ലെ 6th പൊസിഷൻ ആണെന്ന് വിചാരിക്കുന്നു. ഈ മിനറൽസ് പൊടിച്ചെടുത്തിട്ട് റെസിനിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്റ്റ് ആണ് എന്ത്? ഈ ക്വാർട്സ് എന്ന് പറയുന്നത്. അതായത് അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഫൈൻഡ് ആയിട്ടുള്ള പൗഡേഴ്സിൽ നിന്നിട്ടാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ക്വാർട്സിന്റെ പ്രത്യേകതകൾ അതിന്റെ തിക്നെസ് തന്നെ പറഞ്ഞു തുടങ്ങാം. 13 തിക്നെസ്സിൽ ലഭ്യമാണ്, അതുപോലെ തന്നെ 20 തിക്നെസ്സിലും ലഭ്യമാണ്. ക്വാർട്സിന്റെ ഒരു ബ്രാൻഡ് സീസർ സ്റ്റോൺ. പലരും ഈ സീസർ സ്റ്റോൺ എന്നൊക്കെ പറയുന്ന വേറൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മുടെ അടുത്ത് പലപ്പോഴും ചോദിക്കാറുള്ളത്. സീസർ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാർട്സിന്റെ ഒരു ബ്രാൻഡാണ്. ഹാഫ്ലെ എന്ന് പറയുന്ന കമ്പനിയുടെ ബ്രാൻഡാണ് എന്ത്? സീസർ സ്റ്റോൺ എന്ന് പറയുന്നത്. ആ സീസർ സ്റ്റോൺ ഒരു ക്വാർട്സ് ബ്രാൻഡാണ്. ഇന്നിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നത് വേൾഡിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ബ്രാൻഡുകളിലൊന്നാണ് സീസർ സ്റ്റോൺ. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിലൊക്കെ നമുക്ക് കിട്ടുന്നത് 13 20 തിക്നെസ്സുകളിലാണ്. അതേസമയം നോർമലി ഇത് എല്ലാ തരത്തിലുള്ള ക്വാർട്സും ലഭ്യമാകുന്ന 20 mm തിക്നെസ്സിലാണ്. സൈസ് വരുമ്പോഴത്തേക്കും നമുക്ക് 2.5 വീതിയിലും അതുപോലെ 8 ഫീറ്റ് നീളത്തിലും എന്ത് കിട്ടും? നമുക്കിതിൻ്റെ സൈസ് അവൈലബിൾ ആണ്. ഇതിനകത്ത് ക്വാർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഒരുപാട് കളർ വെറൈറ്റീസ്. ഇതിൻ്റെ പ്രത്യേകതകൾ, അഡ്വാൻറ്റേജ് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കളർ വെറൈറ്റീസ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് എന്ത്? ക്വാർട്സ്. ഇതിൽ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് സ്റ്റെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പോറസ് ആണോ എന്ന് ചോദിച്ചാൽ ഇത് പോറസ് മെറ്റീരിയലാണ്. പക്ഷേ ഈ പോറസ് മെറ്റീരിയലിനെ മിക്ക കമ്പനികൾ, ഇപ്പോൾ സീസർ സ്റ്റോൺ എന്ന് പറയുന്ന കമ്പനികളൊക്കെ പറഞ്ഞാൽ അവർ വേറെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അതിനെ നോൺ പോറസ് ആക്കിയിട്ടാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കറ വലിക്കാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. അത് ബ്രാൻഡിനനുസരിച്ച് മാറും കേട്ടോ. ഞാനൊരു ബ്രാൻഡ് എടുത്ത് പറഞ്ഞതുകൊണ്ട് പറഞ്ഞാണ്. എല്ലാ പ്രോഡക്റ്റുകളും ഈ പറഞ്ഞതുപോലെ ഒരേപോലെ കറ വലിക്കില്ല എന്ന അഭിപ്രായം എനിക്കില്ല. ഏറെയും ബ്രസ്റ്റ് ബ്രാൻഡുകൾ കറ വലിക്കാത്ത രീതിയിൽ അവർ ചെയ്തു വരുന്നുണ്ട്. സ്ക്രാച്ചിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ തന്നെയാണ്. നമ്മുടെ സോസ്പാനൊക്കെ വെച്ച് വലിക്കുമ്പോഴത്തേക്കൊന്നും പ്രശ്നം വരത്തില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ അത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നതിന് വല്ലോ ഈ പാത്രം വെക്കാനുള്ള പാർട്സോ അല്ലെങ്കിൽ ഈ കമ്പിയുടെ വളയം പോലെ കിട്ടത്തില്ല, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക. പാർട്സ് ആയിരിക്കും കുറച്ച് എസ്തെറ്റിക്കലി ബെസ്റ്റ് എന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക. നമ്മളിതിനെ മുടക്കുന്ന കാശിൽ ഒരു 100 രൂപ അതിനായിട്ട് മുടക്കി കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല, അത് നമുക്ക് ഗുണമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ ചൂട് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ വെക്കുമ്പോഴത്തേക്കും അതിൽ നമ്മൾ സാധാരണ രീതിയിൽ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിലുള്ള മെറ്റീരിയൽസ്, ചീനിച്ചട്ടി, ദോശക്കല്ല് പോലുള്ള സാധനങ്ങൾ ഇതിനകത്തോട്ട് വെക്കാൻ പാടില്ല. അത് വെച്ച് വലിച്ചു കഴിഞ്ഞാൽ സംഭവിക്കാം സ്ക്രാച്ച്. അത് സ്ക്രാച്ച് പോലെ തന്നെയാണ് തെർമൽ റെസിസ്റ്റിവിറ്റി. ഇതിൻ്റെ പ്രൈസിലേക്ക് വരാം. 600 രൂപ തൊട്ട് കാർഡ്സ് കിട്ടും. 600 രൂപ തൊട്ട് കാർഡ്സ് കിട്ടും. അതായത് ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ഗെയിലോഡ് സാനിറ്ററീസ് അങ്കമാലിയിലുള്ള. അവിടെ നിന്നാണ് ഞാൻ ഈ വിവരങ്ങൾ എടുത്തിരിക്കുന്നത്. അവരുടെ കയ്യിൽ ക്വാർട്സ് അവൈലബിൾ ആണ്. അവരുടെ കയ്യിൽ 600 രൂപയുടെ ക്വാർട്സ് അവൈലബിൾ ആണ്. അവരുടെ കയ്യിൽ 600 രൂപയുടെ എക്ലിപ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ക്വാർട്സും ഉണ്ട്. അതുപോലെ തന്നെ ഹാഫ്ലെയുടെ 2500 രൂപയുടെ പ്രൊഡക്റ്റും ഉണ്ട്. 2500 രൂപയുടെ പ്രൊഡക്റ്റിലോട്ട് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ നോൺ പോറസ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അല്പം പോലും സ്റ്റെയിൻ പിടിക്കാത്ത, സ്റ്റെയിൻ ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ ഇൻസ്റ്റലേഷനാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ വരുന്നത് ന്യൂ ജനറേഷൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള പ്ലൈവുഡിലും ബാക്കിയുള്ള നമ്മുടെ WPCയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും അഡസീവിലോട്ട് പോകരുത്. നിങ്ങളിതിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഗമ്മിൽ തന്നെയാണ്. ഇപ്പോൾ ഓരോ കമ്പനിക്കും അവരുടേതായിട്ടുള്ള ഗമ്മുണ്ടാവും. ഇനി ഇതല്ല, ഇത് ചില ആൾക്കാർ സിലിക്കൺ വെച്ചിട്ട് പ്രസ് ചെയ്യാറുണ്ട്. സിലിക്കൺ പ്രസ് ചെയ്താലും കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ സിലിക്കൺ കൃത്യമായിട്ട് സൈഡിൽ കൂടെ, അതുപോലെ കൃത്യമായിട്ടുള്ള ഇടവേളയില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സിലിക്കൺ ഇട്ടിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞു പോരും. ഇത് ചെയ്യുന്നത് സാധാരണ ഒരു ടൈൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ളവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കുകയോ ചെയ്യരുത്. കാര്യം ഇതൊരു ശരിക്കും ഫാബ്രിക്കേഷനാണ്. ഈ പറയുന്ന ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്വാർട്സും അടുത്തത് പറയാൻ പോണ സോളിഡ് സർഫസും ശരിക്കും ഫാബ്രിക്കേഷനാണ്. ഈ പറഞ്ഞ എല്ലാം ഫാബ്രിക്കേഷനാണ്. അങ്ങനെ വ്യക്തമായിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫാബ്രിക്കേറ്റർ മാത്രമേ ഇത് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് മഹാ ഡാമേജ് സംഭവിക്കും. എഡ്ജസ് വളരെ വ്യക്തമായിട്ട് നമുക്കൊരു പേപ്പർ ജോയിന്റ് കിട്ടത്തക്ക രീതിയിൽ അത്രയും പോലും കൃത്യമായിട്ടുള്ള 45 ആംഗിൾ,
അതുപോലെ തന്നെ സാൻഡ്വിച്ച് ആംഗിൾ വരുമ്പോഴത്തേക്ക് അവർ വേറെ എസ്തെറ്റിക്സിലാണ് ചെയ്തു തരുന്നത്, പക്ഷേ ആ ആംഗിൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് സാൻഡ്വിച്ച് രീതിയിൽ ചെയ്യാനായിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്നില്ല. 45 ആണ് കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അതൊന്ന് ജസ്റ്റ് ഉരുട്ടുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് വൃത്തിയായിട്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് ക്വാർട്സ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് സോളിഡ് സർഫസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല. എല്ലാവർക്കും മനസ്സിലാവില്ല എന്നല്ല, കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവില്ല. മനസ്സിലാവുന്ന ഭാഷയിൽ ഞാൻ പറയാം. കൊറിയൻ ടോപ്പുകൾ. കൊറിയൻ ടോപ്പ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്. നമ്മൾ തോംസൺ മൾട്ടിവുഡ് എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ബ്രാൻഡാണ്. ഉജാല എന്ന് പറയത്തില്ലേ എന്ന് പറയുന്ന പോലെ ഒരു ബ്രാൻഡാണ് കൊറിയൻ ടോപ്പ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പേര് സോളിഡ് സർഫസ് എന്നാണ്. തിക്നെസ് നോക്കിക്കഴിഞ്ഞാൽ 6 mm, 8 mm, 12 mm, പറയാൻ വിട്ടുപോയ 4 mm. 4 mm തുടങ്ങേണ്ടിയിരുന്നത്. 4, 6, 8, 12 ഈ 4 തിക്നെസ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഉപയോഗിക്കുന്ന കിച്ചൺ കൗണ്ടർ ടോപ്പിലാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജിലോട്ട് വരാം. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് ബെൻഡ് ചെയ്ത് ഒട്ടിക്കാവുന്നതാണ്. ഹീറ്റ് കൊടുത്ത് ബെൻഡ് ചെയ്യാം. അത് ഈ പ്രോഡക്റ്റിൽ സാധ്യമാണ്. നിങ്ങൾക്കറിയാം, ഏറ്റവും ബെസ്റ്റായിട്ട് എഡ്ജ് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു പ്രോഡക്റ്റേ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇന്ന് ഇന്ത്യയിൽ. അത് ഈ പറഞ്ഞ സോളിഡ് സർഫസ് ആണ്. നമുക്കത് ഉരുട്ടിയെടുക്കാം. എഡ്ജ് നമുക്ക് ഹെക്സഗണൽ ഏത് ഷേപ്പിൽ വേണേ 45 ചെയ്യണോ ചെയ്യാം. സാൻഡ്വിച്ച് ചെയ്തതിന് ശേഷം അതിൽ അവരുടേതായിട്ടുള്ളൊരു ഗ്ലൂ കൊടുത്ത് അവർ ചെയ്യും. 1% പോലും സാൻഡ്വിച്ച് ചെയ്തതാണെന്ന് മനസ്സിലാവത്തില്ല. വേറെ ഒന്നിനും നമുക്കത് ആ രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ പറഞ്ഞ പ്രോഡക്റ്റിൽ സാധിക്കും. ഇനി കളറ് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. ഇനി കസ്റ്റമൈസ് ആയിട്ടുള്ള കളേഴ്സിൽ അവൈലബിൾ ആണ്. അതേസമയം സോളിഡ് കളേഴ്സ് ഇതിന് ലഭിക്കത്തില്ല. ഈ പ്രോഡക്റ്റിൽ നമുക്ക് ഗ്ലോസിയും ചെയ്യാം, വേണമെങ്കിൽ ഇത് മാറ്റും ചെയ്യാം. പലപ്പോഴും കമ്പനി ഇത് മാറ്റ് സജസ്റ്റ് ചെയ്യാറുണ്ട്. കാര്യം മാറ്റ് സജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഗുണം എന്ന് പറഞ്ഞാൽ സ്ക്രാച്ച് റെസിസ്റ്റിവിറ്റി കൂടും. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ചൂടായിട്ടുള്ള പ്രോഡക്റ്റ് ഇതിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ കളർ ഫേഡിങ് ഉണ്ടാവും. നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ തന്നെ അത്രയും ചൂടുള്ള ചീനിച്ചട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. മാറ്റ് ഉപയോഗിച്ചാൽ കൂടുതൽ സ്ക്രാച്ച് റെസിസ്റ്റിവിറ്റി കിട്ടും എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇതിൽ ബെൻഡ് ചെയ്ത് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് ഉപയോഗിക്കുന്ന സിങ്ക് പോലും നമ്മൾ ഈ പ്രൊഡക്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. റേറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ 6 mm റേറ്റാണ് ഞാൻ പറയുന്നത്. ഏതാണ്ട് 600 രൂപ 650 രൂപയാണ് ഇതിന് റേറ്റ് ആവുക. അത് കൃത്യമായിട്ട് ഇതിൻ്റെ തന്നെ വർക്ക് ചെയ്യുന്ന ഫേമുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടേക്കാം. അവർ ഈ പറയുന്ന സോളിഡ് സർഫസിൻ്റെ മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. തൃശ്ശൂരാണ്, ജിയോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഇട്ടേക്കാം. അവർ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസും ഗുഡ് ഹാൻഡിലിംഗ് പ്രാക്ടീസുമാണ്. എന്ത് ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കണം, എന്ത് ചെയ്യാൻ മേല എന്നറിഞ്ഞിരിക്കണം, എങ്ങനെ ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കണം, അത് ആര് ചെയ്യണം എന്നറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് മാത്രം കിച്ചൺ കൗണ്ടർ ടോപ്പുകൾ ചെയ്യിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എസ്തെറ്റിക് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. കിച്ചൺ കൗണ്ടർ ടോപ്പുകളുടെ പ്രൈസ് എടുക്കുമ്പോൾ ഞാൻ ഈ സ്ക്വയർ ഫീറ്റ് പ്രൈസ് പറയുമ്പോൾ പലർക്കും ടെൻഷനാവും. പക്ഷേ ഒന്ന് ആലോചിച്ചാൽ മതി, കിച്ചൺ ഏരിയ അല്ലെ കൗണ്ടർ ടോപ്പ് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം 100 സ്ക്വയർ ഫീറ്റ് ഒക്കെ വരത്തുള്ളൂ. വലിയ കിച്ചൺ ആണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ 60-70 സ്ക്വയർ ഫീറ്റേ വരത്തുള്ളൂ. നമുക്ക് എമൗണ്ട് വൈസ് സ്ക്വയർ ഫീറ്റ് വൈസ് ഇത് കൂടുതലാണ്, ഓഫ് കോഴ്സ് കൂടുതലാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ക്വാർട്സും അതുപോലെ തന്നെ സോളിഡ് സർഫസും. അതേസമയം ടോട്ടലി വരുമ്പോഴത്തേക്കും വലിയൊരു എമൗണ്ടിലോട്ട് പോകത്തില്ല. ഒരു 35-25 നല്ല കിച്ചൺ കൗണ്ടർ ടോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് വൈസിൽ ബെസ്റ്റായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരു പ്രശ്നമില്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വളരെ സമാധാനമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഗ്രാനൈറ്റ് ചെയ്തോളൂ, നല്ലതാണ്. ബഡ്ജറ്റ് എന്ന് പറയുന്നത് മാത്രമല്ല, എസ്തെറ്റിക് വൈസ് നിങ്ങളൊരു ഡിഫറൻറ്റ് സാധനമാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ആ ഡിഫറൻറ്റ് സാധനം തന്നെ വേണം എന്നതാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യും ഏത് സോളിഡ് സർഫസ് എന്ന് പറയുന്ന നമ്മുടെ കൊറിയൻ ടോപ്പ്, അല്ല എന്നുണ്ടെങ്കിൽ ക്വാർട്സ്. ഇത് രണ്ടും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. വൈറ്റ് കളർ മതി, വേറെ ഒന്നും വേണ്ട, എനിക്ക് വൈറ്റ് ആണ് വേണ്ടത്, പ്യുവർ വൈറ്റ് വേണം, വേറെ ഒന്നിലോട്ട് എനിക്ക് പോകാൻ താല്പര്യമേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു പ്രോഡക്റ്റ്, 1 and only പ്രോഡക്റ്റ് നാനോ വൈറ്റ് ആയിരിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പലപ്പോഴും പല ആൾക്കാരുടെയും സംശയത്തിൽ നിന്നും പല ആൾക്കാരുടെയും സജഷനിൽ നിന്നുമാണ് നമ്മുടെ വീടൊരുക്കം എന്ന് പറഞ്ഞ എപ്പിസോഡ് തന്നെ ഉണ്ടാവുന്നത്. വളരെ സന്തോഷം ആ കാര്യത്തിൽ. അടുത്ത സജഷൻ തരിക, അടുത്ത കോണ്ടന്റ് തരിക. ആ കോണ്ടന്റിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങളുടെ വീട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണറിൽ എൻ്റെ ഒരു കയ്യൊപ്പ് ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അറിഞ്ഞോ അറിയാതെ എൻ്റെ ഭാഗമാകാൻ സാധിക്കട്ടെ. അതൊക്കെ നമുക്ക് റിവ്യൂ ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് അടിപൊളി വീടുകൾ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. വീണ്ടും അടുത്ത അധ്യായത്തിൽ, വീടൊരുക്കത്തിൻ്റെ പുതിയ അധ്യായത്തിൽ കാണുന്നവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്ത്യ.